കിട്ടിയില്ല, പോയില്ല. ഞാൻ ഈ മ്യൂസിക് പോകാനും പറഞ്ഞിട്ടാണ് പിന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയത്. ഞാൻ പോയില്ല. അത് പാട്ട് ഇതിനെ കിട്ടുന്ന സമാധാനവും സന്തോഷവും വേറെ ഒന്നിനും കിട്ടില്ല. സംഗീത സാധനയുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവർക്ക് സ്നേഹഗായകനാണ് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ജീവനക്കാരനായ കാഞ്ഞങ്ങാട് സ്വദേശി സുധീരൻ ഗുരുവൻ. സുഹൃത്തുക്കളുടെ കൂടെയുള്ള യാത്രാവേളകളും സൗഹൃദ സംഗമങ്ങളും തൻ്റെ സ്വരമാധുര്യത്താൽ സുധീരൻ ഗുരുവനം സംഗീത സാന്ദ്രമാക്കുകയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പാടാൻ തുടങ്ങിയ സുധീരന് ജീവിത സാഹചര്യങ്ങൾ സംഗീത പഠനത്തിന് അനുവദിച്ചില്ലെങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം സംഗീത ഉപാസനം തുടരുകയാണ് ഇദ്ദേഹം. കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ വേദികൾ സുധീരൻ ഗുരുവനത്തിൻ്റെ സംഗീത വൈഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സുധീരൻ. ഞാൻ കാഞ്ഞങ്ങാടിനടുത്തുള്ള ഗുരുവനത്തിൻ്റെ അടുത്ത് താമസിക്കുന്നു. അച്ഛൻ്റെ പേര് കണ്ണൻ, അമ്മയുടെ പേര് കുഞ്ഞുമാണിക്കം. വലിയ കുടുംബമാണ്, 12 മക്കളുണ്ട്. അതിൽ 11ാമത്തെ ആളാണ് ഞാൻ. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ലൈബ്രറി അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് തോന്നുന്ന ഒരു 5 വയസ്സ് മുതൽ സിനിമാ പാട്ട് അങ്ങനെയുള്ള പാടിയിട്ടുണ്ട്. സ്കൂളിലുണ്ടാകുമ്പോൾ പാടിയിട്ടുണ്ട്. 1ാം ക്ലാസ് ഉണ്ടാകുമ്പോഴും മാഷ് പാടിപ്പിച്ചിട്ടുണ്ട്. ഒരു ആലപ്പുഴയിലൊരു സർലി മാഷ് ഉണ്ടായിരുന്നു. പാടിയിട്ടില്ലെങ്കിൽ അടി തരുമെന്ന് പറഞ്ഞു എല്ലാവരോടും. അപ്പം അങ്ങനെയാണ് ആദ്യം പാടിയത്. പിന്നെ കുറച്ച് വേദികളിൽ പാടിയിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക് കുറേ വേദിയിൽ ഏറ്റവും കൂടുതൽ പാടിയ ലൈറ്റ് മ്യൂസിക് ആയിരിക്കും. ചില സ്ഥലത്ത് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അല്ലാതെയും ഉണ്ട്. മത്സരം അതല്ലേ പ്രാധാന്യം. പിന്നെ ഒരു തവണ കാഞ്ഞങ്ങാട് പാടിയപ്പോൾ അവർ ചാനലുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിറ്റേ ദിവസം എന്നെ കുറേ പേര് വിളിച്ചു, നിങ്ങൾ പാടാറുണ്ടല്ലേ എന്ന്. അപ്പോൾ അങ്ങനെയാണ് കുറേ പേര് കാഞ്ഞങ്ങാട് ഭാഗത്ത് അറിഞ്ഞത്. പിന്നെ റേഡിയോ മാംഗോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു ദിവസം സ്റ്റാൻഡിലോട്ട് ഓടിപ്പോകാം. ആ സമയത്താണ്, അവിടെ തന്നെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ കയറി പാടി. പക്ഷെ അവരും ഒരു മിനിറ്റ് പോലും എനിക്ക് തന്നില്ല. അനുരാഗിണി അത് ഹമ്മിങ് പാടുമ്പോഴത്തേന് അവർ നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഇത്ര സമയമുള്ളൂ, ഇത്ര സെക്കൻഡ്, 10 സെക്കൻഡ് 15 സെക്കൻഡ് ഇത്രേ ഉള്ളൂ. ഞാൻ പാടി, എൻ്റെ പാട്ടിന് പോയി, അത്രേ ഉള്ളൂ. പിന്നെ ക്ലാസിക് എന്നെ ഇഷ്ടമാണ്. വീട്ടിലെല്ലാവരും പാടും. അച്ഛനമ്മയൊന്നും പാടിയില്ല, പക്ഷെ ഏട്ടനൊക്കെ നന്നായി പാടും. ഞാൻ പിന്നെ പഠിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചു എന്ന് ഒരിക്കലും പറയില്ല. ആദ്യം പിന്നെ ഒരു അനന്ത മാഷ് തൃക്കരിപ്പൂരിൻ്റെ അടുത്തുകൾ, അത് പിന്നെ കുറേ ഗുരുനാഥന്മാർ മാറി ഇപ്പോൾ കാഞ്ഞങ്ങാട് ടി വി ശ്രീനിവാസ മാഷെടുത്ത് പഠിക്കുന്നുണ്ട്. ഇന്നലെ വരെ പോയിട്ടുണ്ട്.
കിട്ടുമ്പോൾ നിൽക്കണം. ടൈം ടേബിൾ പ്രകാരമാണ്. ഇതിന് ഇത്ര ഏതാണെങ്കിൽ അതങ്ങനെയാണ്. നമുക്ക് യൂസിന് പറയുന്നത് പക്ഷെ അത് 10-22 പക്ഷെ എനിക്ക് കിട്ടിയില്ല. അങ്ങനത്തെ ഇതുണ്ട്. 9 എക്സാം വന്നു ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സാർ അതൊന്നും അറിയേയില്ല. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ചെല്ലുമ്പോൾ മനസ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ സാറൊക്കെ എപ്പോഴും പാടിപ്പിക്കും ട്രെയിനിൽ നിന്ന്. ഞാൻ പക്ഷെ ഉള്ള സൗണ്ട് എടുത്തിട്ട് അത് ഭയങ്കര വിഷമാണ്. എങ്കിലും പാടും. 1 സെക്കൻഡെങ്കിലും ആർക്കെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഭാഗ്യം. വലിയ ഭാഗ്യമാണ് ശരിക്കും. അങ്ങനെ കുറെ പേരുണ്ട് ആസ്വദിക്കുന്നത്. സങ്കൽപ്പത്തീരത്ത് വന്നു ഒരു തങ്കക്കിനാവ് തന്നു. സങ്കൽപ്പത്തീരത്ത് വന്നു ഒരു തങ്കക്കിനാവ് തന്നു. മംഗളം പാടുന്ന മാനസ പക്ഷിക്ക് തമ്പുരുമീട്ടി തന്നു. രാഗതമ്പുരു മീട്ടി തന്നു. സങ്കൽപ്പത്തീരത്ത് വന്നു ഒരു തങ്കക്കിനാവ് തന്നു. ഓരോരോ പല്ലവി പാടുന്ന നേരം താളം പിടിച്ചു തന്നു. ഓരോരോ പല്ലവി പാടുന്ന നേരം താളം പിടിച്ചു തന്നു. ഓരിലക്കുമ്പിളിൽ ആനന്ദസാഗരം കോരിപ്പകർന്നു തന്നു. മധുരം കോരിപ്പകർന്നു തന്നു. സങ്കൽപ്പത്തീരത്ത് വന്നു ഒരു തങ്കക്കിനാവ് തന്നു. സങ്കൽപ്പത്തീരത്ത് വന്നു. പിന്നെ മുഖാഭിനയം ആദ്യം ആഗ്രഹമുണ്ടായിരുന്നു. നല്ല അങ്ങനെ ആൾക്കാരൊന്നുമില്ലാത്തൊരു സമയത്താണ് ഞാൻ പോയത്. 2 കീർത്തനങ്ങൾ പാടിയിരുന്നു ആ മണ്ഡപത്തിൽ ഇരുന്നിട്ട്. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ നിത്യാനന്ദാശ്രമത്തിൽ പോയിട്ടാകുമ്പോൾ ഒരുപാട് പാടിക്കും സ്വാമിജി. ഒരുപാട് ഒന്നോ ചിലപ്പോൾ അവർ 2 മണിക്കൂറാകാം പാടും. സ്വാമിജി കൊണ്ട് സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കാറുണ്ട് ചുറ്റും. എനിക്ക് ചുറ്റും വന്നിട്ട് അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് പറഞ്ഞപ്പോൾ കാസർഗോഡിലെ ഒരു സ്ഥാനം ഞാൻ അറിയാതെ ഇതിൽ എടുത്തു. ഞാൻ പറഞ്ഞു വേണ്ടവരെന്ന് പറഞ്ഞു ഞാനിങ്ങനെ പാടുന്നല്ലേ. അല്ലാതെ ഗണേഷ്പുരിയിൽ പോയിട്ടുണ്ടല്ലേ? ഗണേഷ്പുരിയിൽ പോയിട്ടുണ്ട് സാറേ, പോയിട്ടുണ്ട്. മഹാരാഷ്ട്ര ഫ്ലൈറ്റില് ഗണേഷ്പുരി താനെ ജില്ലയിലാണ് വരുന്നത്. കല്യാൺ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ആ സ്ഥലത്തേക്ക്. ഗണേഷ്പുരി സ്വാമി നിത്യാനന്ദ ഭഗവാന് ക്ഷണിച്ചിട്ട് പോയത്. അത് ഗുജറാത്തിൽ നിന്ന് ഒരു ഭക്തനുണ്ട്, ഗുരുവന് വരാറുണ്ട്. അപ്പം അവര് നമ്മളോട് ഒരു 5-6 പേരുണ്ട്, നമ്മൾ കഴിയുന്ന സേവ ചെയ്യാറുണ്ട്. അപ്പം നമ്മളോട് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് 5 പേരും അവരുടെ 2 അമ്മമാരും അങ്ങനെ 7 പേര് പോയത്. പോയി അത് വലിയ അനുഭവമാണ്. പോയി പിന്നെ നമ്മൾ വിമാനത്തിലൊന്നും പോയിട്ടില്ല. എൻ്റെ കൂടെയുള്ള 1 മാസം മുന്നേ ബുക്ക് ചെയ്തു. എനിക്ക് പിന്നെ പെട്ടെന്ന് ഇത് കിട്ടിയില്ല, നമ്മൾ ലീവ് കിട്ടിയില്ല. തലേ ദിവസം പ്രിൻസിപ്പൽ പറഞ്ഞു പോയി വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുമ്പോഴേക്ക് പിറ്റേ ദിവസം ഒരേ കമ്പാർട്ട്മെൻറ്റിലാണ് കിട്ടുന്നത്, അടുത്തടുത്ത്. ഇവർ 1 മാസം മുമ്പേ ഞാൻ പിറ്റേ ദിവസം വന്നു. അങ്ങനെ കിട്ടി. അതിനു മുന്നേ നമ്മൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് നമ്മൾ വിമാനത്തിൽ ഇതിന് പോയിട്ടില്ല.
അവർ പറഞ്ഞ വെറുതെ ഒരു ദിവസത്തിന് നമ്മൾക്ക് കോഴിക്കോട് ടു മംഗലാപുരം അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു അതിന് മുന്നേ മംഗളൊക്കെ അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഇപ്പോൾ ശ്രീകോവിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ തിരിച്ചു വിളിച്ചു, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വിമാനമാണ്, അത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു. അത് പിന്നെ നമുക്ക് അത്ഭുതമായി. എത്ര സെക്കൻഡിൻ്റെ നമ്മൾ പറഞ്ഞ ഒരു 10 സെക്കൻഡ് ആയിട്ടില്ല. അങ്ങനെ തിരിച്ച് ഛത്രപതി ശിവാജി എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്നാണ് വന്നത്. തിരിച്ചു വരുമ്പോൾ നല്ലൊരു ഒരാഴ്ച ഉണ്ടായിരുന്നു. ഫുൾ ഇതായിട്ടുണ്ട്. മൊത്തം നമ്മുടെ ചിലവ് ഇവിടെ മംഗലാപുരത്തുനിന്ന് മൊത്തം അദ്ദേഹം 7 പേരെ ഒരു വീട് എടുത്തു തന്നിരുന്നു ഒരാഴ്ച അവിടെ ഉണ്ട്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും രാജരാജേശ്വരി കൃപാകരി ശങ്കരി പാഹി മാം ശ്രീ 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 രാജരാജേശ്വരി. പിന്നെ ക്ലാസിക്കൽ പഠിച്ചതിന് ശേഷം കുറച്ച് കൂടുതലായിരുന്നു. വേഗം ഏത് അർദ്ധരാത്രി വേണമെങ്കിലും ആര് പാടാൻ പറഞ്ഞാലും പാടും. ഇപ്പൊ അതായത് അങ്ങനെയുള്ള രീതിയിൽ ഞാൻ പോകാം. ശരിക്കും കയറിയിട്ടില്ല എന്ന് പറയാം, ശ്രമിച്ചിട്ടില്ല സത്യം പറയാല്ല. അല്ലാതെ ക്ലബിലൊക്കെ ഉണ്ടാകുമ്പോൾ പാടും, വേഗം കയറി പാടും. ശ്രീരാഗം ഉദയ ശ്രീരാഗം രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം തുടുതുടെ വിടരും പൂവിൻ കവിളിൽ പടരും രാഗം തുടുതുടെ വിടരും പൂവിൻ കവിളിൽ പടരും രാഗം രാഗം ഹംസധ്വനി രാഗം കളഹംസധ്വനി രാഗം. LDC ഒക്കെ കിട്ടിയിരുന്നു, ഞാൻ പോയില്ല. ഞാൻ ഈ മ്യൂസിക് പോയാലും വിചാരിച്ചിട്ടാണ്. പിന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയത് ഞാൻ പോയില്ല. പ്രഷർ അവർ പറഞ്ഞു, പ്രഷർ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒട്ടും താങ്ങാൻ പറ്റില്ല. അന്നിലൂടെ വ്യക്തിയാണ് അത് പാട്ട്. ഇതിനെ കിട്ടുന്ന സമാധാനവും സന്തോഷവും വേറെ ഒന്നിനും കിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.